ഏവർക്കും ശ്രീസ് ലേണിംഗിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിലൂടെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. 100 കറണ്ട് അഫയേഴ്സ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കടൽ തീരങ്ങളുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? ആൻസർ കടലുണ്ടി. കടൽ തീരങ്ങളുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് കടലുണ്ടി പഞ്ചായത്ത്. കേരളത്തിലെ മൃഗാശുപത്രികളിൽ നടന്ന ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ. കേരളത്തിലെ മൃഗാശുപത്രികളിൽ നടന്ന ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധന ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ. പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ബ്രസൽസ് ആണ്. ബെൽജിയത്തിലെ ബ്രസൽസിലാണ് പ്രഥമ ആണവോർജ ഉച്ചകോടി നടന്നത്. 2023 ഡിസംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച മേഘാലയയിലെ മഞ്ഞൾ ഏതാണ്? ലെഖാഡോങ്. അപ്പോൾ 2023 ഡിസംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച മേഘാലയയിലെ മഞ്ഞൾ ഏതാണ്? ലെഖാഡോങ്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 കേന്ദ്രം റദ്ദാക്കിയ തീരുമാനം സുപ്രീം കോടതി ശരിവെച്ച തീയതി എന്നാണ്? 2023 ഡിസംബർ 11. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ ആയിരുന്നു ആർട്ടിക്കിൾ 370. ഇത് കേന്ദ്രം റദ്ദാക്കിയ തീരുമാനം സുപ്രീം കോടതി ശരിവെച്ച തീയതി എന്നാണ്? 2023 ഡിസംബർ 11. 2023 ദേശീയ ഊർജ കാര്യക്ഷമ പുരസ്കാരം നേടിയത്? 2023 ദേശീയ ഊർജ കാര്യക്ഷമതാ പുരസ്കാരം നേടിയത് കേരളമാണ്. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ വേദി എവിടെയായിരുന്നു? ന്യൂഡൽഹിയാണ്. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് വേദി ന്യൂഡൽഹി. നവകേരള മിഷന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് ഹരിത കേരളം മിഷൻ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതി ഏതു പേരിലാണ് അറിയപ്പെട്ടത്? ഉറവ തേടി. അപ്പോൾ എന്താണ് ഉറവ തേടി എന്ന പദ്ധതി? നവകേരള മിഷന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് ഹരിത കേരളം മിഷൻ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതിയാണ് ഉറവ തേടി. 2024 അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. 2024 അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. 2023 ഡിസംബറിൽ മുംബൈയിൽ നടന്ന ലേലത്തിൽ വിൽക്കപ്പെട്ട രവിവർമ്മയുടെ ചിത്രങ്ങൾ ഏതൊക്കെയാണ്? കൃഷ്ണനും രുക്മിണിയും, ദത്താത്രേയ, രാമനും സീതയും, ലക്ഷ്മണനും സരയൂ നദി കടക്കുന്നു. ഇതാണ് 2023 ഡിസംബറിൽ മുംബൈയിൽ നടന്ന ലേലത്തിൽ വിൽക്കപ്പെട്ട രവിവർമ്മയുടെ ചിത്രങ്ങൾ. 2023 ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ച ചലച്ചിത്ര നടൻ ആരാണ്? കബീർ ബേദി. അപ്പോൾ ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ്? ഓർഡർ ഓഫ് മെറിറ്റ് ആണ്. ഇത് 2023 ലഭിച്ച ചലച്ചിത്ര നടൻ ആരാണ്? കബീർ ബേദി. 75ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി അമൃത് കാൽ 2047 മിഷന്റെ ഭാഗമായ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. 75ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി അമൃത് കാൽ 2047 മിഷന്റെ ഭാഗമായ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം. അടുത്തിടെ യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഗുജറാത്തിലെ പ്രസിദ്ധ നൃത്തരൂപം ഏതാണ്? ഗർഭ നൃത്തം. അപ്പോൾ യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഗുജറാത്തിലെ പ്രസിദ്ധമായ നൃത്തരൂപം ഏതാണ്? ഗർഭ നൃത്തം. അപ്പോൾ ഗർഭ നൃത്തം ഏത് സംസ്ഥാനത്തിന്റേതാണ്? ഗുജറാത്തിന്റേതാണ്. 2025 UN ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എവിടെ? ബ്രസീൽ. 2025 UN ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ബ്രസീലാണ്. 28ാമത്തെ UN ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? ദുബായിലാണ്. 28ാമത്തെ UN ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി ദുബായ്.
പ്രസിദ്ധ കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. കൽക്കട്ട രാജ്ഭവനിലാണ് സുഗതവനം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അപ്പോൾ പ്രസിദ്ധ കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. 2023 ദേശീയ ഊർജ കാര്യക്ഷമതാ പുരസ്കാരം നേടിയത് കേരളമാണ്. ലോക മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ 10. അപ്പോൾ ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. 2023 ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ്? എല്ലാവർക്കും സ്വാതന്ത്ര്യം, തുല്യത, നീതി. ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 10-നാണ്. 2023 ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എല്ലാവർക്കും സ്വാതന്ത്ര്യം, തുല്യത, നീതി. സൈപ്രസിൽ നിന്ന് സൈബീരിയൻ കടുവകളെ എത്തിച്ച പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സൈപ്രസിൽ നിന്ന് സൈബീരിയൻ കടുവകളെ എത്തിച്ച പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡാർജിലിംഗിലാണ്. വെസ്റ്റ് ബംഗാളിലാണ് ഡാർജിലിംഗ്. അപ്പോൾ സൈപ്രസിൽ നിന്ന് സൈബീരിയൻ കടുവകളെ എത്തിച്ച ഏത് സുവോളജിക്കൽ പാർക്കിലാണ് എത്തിച്ചത്? പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡാർജിലിംഗിലാണ്. USA, ബ്രിട്ടൻ, കാനഡ, ജപ്പാൻ, ഫ്രാൻസ് അടക്കം 29 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. 2023 2023 നടന്നത്. USA, ബ്രിട്ടൻ, കാനഡ, ജപ്പാൻ, ഫ്രാൻസ് അടക്കം 29 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? ഡൽഹി. ലോകത്ത് ആദ്യമായി നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രണത്തിനായി നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുന്നത് യൂറോപ്യൻ യൂണിയനാണ്. അപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രണത്തിനായി നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുന്നത് യൂറോപ്യൻ യൂണിയൻ. സുരക്ഷിത ഭക്ഷണത്തിനുള്ള ഈറ്റ് റൈറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ച രാജ്യത്തെ 114 റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അപ്പോൾ സുരക്ഷിത ഭക്ഷണത്തിനുള്ള ഈറ്റ് റൈറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ച രാജ്യത്ത് 114 റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടുതൽ ഉള്ള സംസ്ഥാനം ഏതാണ്? കേരളം. അന്താരാഷ്ട്ര ആരോഗ്യ പരിരക്ഷാ ദിനം എന്നാണ്? ഡിസംബർ 12. അന്താരാഷ്ട്ര ആരോഗ്യ പരിരക്ഷാ ദിനം ഡിസംബർ 12. അന്താരാഷ്ട്ര പർവ്വത ദിനം ഡിസംബർ 11. അന്താരാഷ്ട്ര ആരോഗ്യ പരിരക്ഷാ ദിനം എന്നാണ്? ഡിസംബർ 12. അന്താരാഷ്ട്ര പർവ്വത ദിനം എന്നാണ്? ഡിസംബർ 11. 2023 അന്താരാഷ്ട്ര പർവ്വത ദിനത്തിന്റെ പ്രമേയം എന്താണ്? പർവ്വതങ്ങളുടെ ആവാസ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കുക എന്നതാണ് 2023 അന്താരാഷ്ട്ര പർവ്വത ദിനത്തിന്റെ പ്രമേയം. അന്താരാഷ്ട്ര ആരോഗ്യ പരിരക്ഷാ ദിനം എന്നാണ്? ഡിസംബർ 12. അന്താരാഷ്ട്ര പർവ്വത ദിനം എന്നാണ്? ഡിസംബർ 11. 2023 അന്താരാഷ്ട്ര പർവ്വത ദിനത്തിന്റെ പ്രമേയം എന്താണ്? പർവ്വതങ്ങളുടെ ആവാസ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കുക. ബാംഗ്ലൂരിൽ നടന്ന ലോക ക്ലബ് വോളിബോൾ ടൂർണമെന്റിൽ കിരീടം നേടിയ ഇറ്റാലിയൻ ക്ലബ്ബ് ഏതാണ്? സർ സിക്കോമ പെറൂജിയ. ബ്രസീലിയൻ ക്ലബ്ബായ ഇദാംബെ മിനാസിനെ പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയത്. അപ്പോൾ ബാംഗ്ലൂരിൽ നടന്ന ലോക ക്ലബ്ബ് വോളിബോൾ ടൂർണമെന്റിൽ കിരീടം നേടിയ ഇറ്റാലിയൻ ക്ലബ്ബ് ഏതാണ്? സർ സിക്കോമ പെറൂജിയ. 2023 ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്യുന്ന കീഴരിയൂർ ബോംബ് കേസിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകം ഏതാണ്? ഇരുമ്പഴിക്കുള്ളിൽ. രചയിതാവ് VA കേശവൻ നായർ. 2023 ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്യുന്ന കീഴരിയൂർ ബോംബ് കേസിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകം ഏതാണ്? ഇരുമ്പഴിക്കുള്ളിൽ. ഇരുമ്പഴിക്കുള്ളിലെ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? VA കേശവൻ നായർ. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ ബോട്ട് ഏതാണ്? ബറാക്കുഡ.
ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ ബോട്ട് ഏതാണ്? ബറാക്കുഡ. കൊച്ചി ആസ്ഥാനമായ മറൈൻ ടെക് കമ്പനിയാണ് നവാൾട്ടാണ് ബോട്ട് നിർമ്മിച്ചത്. അപ്പോൾ കൊച്ചി ആസ്ഥാനമായ മറൈൻ ടെക് കമ്പനി നവാൾട്ടാണ് ബോട്ട് നിർമ്മിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ ബോട്ട് ഏതാണ്? ബറാക്കുഡ. 33ാമത്തെ വ്യാസസമ്മാൻ പുരസ്കാരം 2023 ലഭിച്ച ഹിന്ദി സാഹിത്യകാരി ആരാണ്? പുഷ്പഭാരതി. 33ാമത്തെ വ്യാസസമ്മാൻ പുരസ്കാരം 2023 ലഭിച്ച പ്രശസ്ത ഹിന്ദി സാഹിത്യകാരി ആരാണ്? പുഷ്പഭാരതി. പുഷ്പഭാരതിയുടെ 2016 ഓർമ്മക്കുറിപ്പായ യാദീൻ യാദീൻ ഔർ യാദീൻ എന്ന കൃതിക്കാണ് പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. അപ്പോൾ 33ാമത്തെ വ്യാസസമ്മാൻ പുരസ്കാരം 2023 ലഭിച്ച പ്രശസ്ത ഹിന്ദി സാഹിത്യകാരിയാണ് പുഷ്പഭാരതി. പുഷ്പഭാരതിയുടെ 2016 ഓർമ്മക്കുറിപ്പായ യാദീൻ യാദീൻ ഔർ യാദീൻ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റിന്റെ പേര് എന്താണ്? മിഥിലി. 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? മിഥിലി. പേര് കൊടുത്ത രാജ്യം മാലിദ്വീപാണ്. അപ്പോൾ മിഥിലി എന്ന് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റിന് പേര് കൊടുത്ത രാജ്യം ഏതാണ്? മാലിദ്വീപ്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് സീ ഗാർഡിയൻസ്? പാകിസ്ഥാനും ചൈനയും. പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള സംയുക്ത നാവികാഭ്യാസം ഏതാണ്? സീ ഗാർഡിയൻസ്. 2023 2023. കാഴ്ചപരിമിതി നേരിടുന്നവർക്ക് ബ്രെയിൻ ലിപി സാക്ഷരത നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ദീപ്തി. അപ്പോൾ എന്താണ് ദീപ്തി എന്ന പദ്ധതി? കാഴ്ചപരിമിതി നേരിടുന്നവർക്ക് ബ്രെയിൻ ലിപി സാക്ഷരത നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ദീപ്തി. ഉത്തരകാശി ജില്ലയിലെ തുരങ്ക നിർമ്മാണ അപകടത്തിൽപ്പെട്ട തൊഴിലാളികളെ പുറത്തെത്തിക്കാൻ നടത്തിയ രക്ഷാദൌത്യത്തിന്റെ പേര് എന്താണ്? ഓപ്പറേഷൻ സുരംഗ്. അപ്പോൾ ഉത്തരകാശി ജില്ലയിലെ തുരങ്ക നിർമ്മാണ അപകടത്തിൽപ്പെട്ട തൊഴിലാളികളെ പുറത്തെത്തിക്കാൻ നടത്തിയ രക്ഷാദൌത്യത്തിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ സുരംഗ്. ഇന്ത്യയിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഏത്? തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരാണ്. ഇന്ത്യയിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്താണ് കിളിമാനൂർ, തിരുവനന്തപുരം ജില്ലയാണ്. 2023 നവംബറിൽ കോഴിക്കോട് ജില്ലയിലെ പൊൻകുന്നം മലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ദേശാടന പക്ഷി ഏതാണ്? ശ്വേതകണ്ഠൻ മുൾവാലൻ ശരപ്പക്ഷി. ശ്വേതകണ്ഠൻ മുൾവാലൻ ശരപ്പക്ഷിയെ പൊൻകുന്നം മലയിൽ നിന്നുമാണ് കണ്ടെത്തിയത്. കോഴിക്കോട് ജില്ലയിലാണ്. പുതിയ ഇനം ദേശാടന പക്ഷിയാണ്. 2023 കണ്ടെത്തിയത്. 2023 സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ ഭിന്നശേഷി പുരസ്കാരങ്ങൾ കിട്ടിയത് ഏതൊക്കെ പഞ്ചായത്തിന്? നഗരസഭ, ബ്ലോക്ക് പഞ്ചായത്ത് ഒക്കെയാണ്. നമുക്ക് നോക്കാം. മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് കോഴിക്കോടിനാണ്. അപ്പോൾ 2023 സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ ഭിന്നശേഷി പുരസ്കാരം മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയത് കോഴിക്കോടാണ്. മികച്ച നഗരസഭ ഏലൂറാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് വടകര. മികച്ച പഞ്ചായത്ത് പുന്നയൂർകുളം. എവിടെയാണ്? തൃശൂർ ജില്ലയിലാണ്. പുൽപ്പറ്റ മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ 2023 സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ ഭിന്നശേഷി പുരസ്കാരം ലഭിച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? കോഴിക്കോടാണ്. മികച്ച നഗരസഭ ഏത്? ഏലൂർ. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് വടകര. മികച്ച പഞ്ചായത്ത് പുന്നയൂർകുളം, തൃശൂർ, പുൽപ്പറ്റ, മലപ്പുറം. 2023 നവംബറിൽ ഇന്ത്യയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് തൊഴിലാളികൾ തുരങ്കത്തിൽ കുടുങ്ങിക്കിടന്ന ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. 2023 നവംബറിൽ ഇന്ത്യയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് തൊഴിലാളികൾ തുരങ്കത്തിൽ കുടുങ്ങിക്കിടന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യക്ക് പുറത്ത് ശിവഗിരി മഠത്തിന്റെ ആദ്യ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ലണ്ടനിലാണ്. ഇന്ത്യക്ക് പുറത്ത് ശിവഗിരി മഠത്തിന്റെ ആദ്യത്തെ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ലണ്ടൻ. 2023 നവംബറിൽ അഗ്നിപർവ്വത സ്ഫോടന സാധ്യത കണക്കിലെടുത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച യൂറോപ്യൻ രാജ്യം ഏതാണ്? ഐസ്ലാൻഡ് ആണ്.
2023 നവംബറിൽ അഗ്നിപർവ്വത സ്ഫോടന സാധ്യത കണക്കിലെടുത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച യൂറോപ്യൻ രാജ്യം ഏതാണ്? ഐസ്ലൻഡ്. 2024 ഏഷ്യയിൽ നിശ്ചയമായും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പ്രദേശം കൊച്ചി. 2024 ഏഷ്യയിലെ നിശ്ചയമായും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പ്രദേശം ഏതാണ്? കൊച്ചി. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ICC ഹാൾ ഓഫ് ഫെയിമിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ചവർ ആരൊക്കെയാണ്? വീരേന്ദ്ര സേവാങ്, ഡയാന എഡുൾജി. 2023 അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ICC ഹാൾ ഓഫ് ഫെയിമിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ചവർ ആരൊക്കെയാണ്? വീരേന്ദ്ര സേവാങ്ങും ഡയാന എഡുൾജിയും. ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ഡയാന എഡുൾജി. ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാരാണ്? ഡയാന എഡുൾജി. സംസ്ഥാനത്തെ പട്ടികവർഗ വികസന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ റെയ്ഡ് ഏതാണ്? ഓപ്പറേഷൻ വനജ്. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ വനജ്? സംസ്ഥാനത്തെ പട്ടികവർഗ വികസന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിന്റെ പേരാണിത്, ഓപ്പറേഷൻ വനജ്. 2023 നവംബറിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത കേരളത്തിലെ സർവകലാശാല ഏതാണ്? MG സർവകലാശാലയാണ്. 2023 നവംബറിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത കേരളത്തിലെ സർവകലാശാല ഏതാണ്? MG സർവകലാശാല. ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലിയാണ് ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡാണ് മറികടന്നത്. 2023 നവംബറിൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ട ജപ്പാനിലെ യൂണിവേഴ്സിറ്റി ഏതാണ്? ഒദാനി യൂണിവേഴ്സിറ്റി, ജപ്പാൻ. 2023 നവംബറിൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ട ജപ്പാനിലെ യൂണിവേഴ്സിറ്റി ഏതാണ്? ഒദാനി യൂണിവേഴ്സിറ്റി. കൗമാരക്കാരിലെ ജീവിതശൈലീ രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി ഏത്? സശ്രദ്ധം. അപ്പോൾ എന്താണ് സശ്രദ്ധം എന്ന പദ്ധതി? കൗമാരക്കാരിലെ ജീവിതശൈലീ രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ് സശ്രദ്ധം. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക് CEO ആയതാണ്? മിക്ക. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക് CEO ആണ് മിക്ക. ലോകത്തിലെ ആദ്യത്തെ ചിക്കൻ ഗുനിയ പ്രതിരോധ വാക്സിൻ. ലോകത്തിലെ ആദ്യത്തെ ചിക്കൻ ഗുനിയ പ്രതിരോധ വാക്സിൻ ആണ് ഇസ്ക് ആണ് ലോകത്തിലെ ആദ്യത്തെ ചിക്കൻ ഗുനിയ പ്രതിരോധ വാക്സിൻ. ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ കണ്ണുമാറ്റൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ രാജ്യം ഏതാണ്? അമേരിക്ക. കണ്ണുമാറ്റിവെച്ചത് ആളാണ് ആരോൺ ജെയിംസ്. കണ്ണുമാറ്റിവെച്ച ആളേരാണ്? ആരോൺ ജെയിംസ്. ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ കണ്ണുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ രാജ്യം ഏതാണ്? അമേരിക്കയാണ്. കണ്ണുമാറ്റിവെച്ച ആളുടെ പേരാണ് ആരോൺ ജെയിംസ്. ChatGPT അടിസ്ഥാനമാക്കി മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച ബിങ് ചാറ്റിന്റെ പുതിയ പേര് എന്താണ്? കോപൈലറ്റ്. അപ്പോൾ ChatGPT അടിസ്ഥാനമാക്കി മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച ബിങ് ചാറ്റിന്റെ പുതിയ പേരെന്താണ്? കോപൈലറ്റ്. 2023 വനസംരക്ഷണ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ്? 2023 ഡിസംബർ 1 മുതലാണ്. അപ്പോൾ 2023 വനസംരക്ഷണ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുന്നത് എന്നു മുതലാണ്? 2023 ഡിസംബർ 1 മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. അഭിലാഷ് ടോമിക്ക് ശേഷം 2023 ഓഷ്യൻ ഗ്ലോബൽ റേസിൽ പങ്കെടുത്ത മലയാളി ആരാണ്? ധന്യ പൈലോ. അഭിലാഷ് ടോമിക്ക് ശേഷം 2023 ഓഷ്യൻ ഗ്ലോബൽ റേസിൽ പങ്കെടുക്കുന്ന മലയാളി ആരാണ്? ധന്യ പൈലോ. 2023 ഏഷ്യൻ വനിതാ ഹോക്കി ചാമ്പ്യൻസ് ജേതാക്കൾ ഇന്ത്യയാണ്. 2023 ഏഷ്യൻ വനിതാ ഹോക്കി ചാമ്പ്യൻസ് ജേതാക്കൾ ഇന്ത്യ. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേര് എന്താണ്? തേജ്.
2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? തേജ്. അതിതീവ്ര ചുഴലിക്കാറ്റിന് തേജ് എന്ന പേര് നൽകിയത് ഏത് രാജ്യമാണ്? ഇന്ത്യയാണ്. അപ്പോൾ 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? തേജ് എന്നാണ്. ഈ തേജ് എന്ന പേര് നൽകിയ രാജ്യം ഏതാണ്? ഇന്ത്യ. VS അച്യുതാനന്ദന്റെ 100ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയ പുസ്തകം ഏതാണ്? പുസ്തകത്തിന്റെ പേരെന്താണ്? ഒരു സമര നൂറ്റാണ്ട്. ഒരു സമര നൂറ്റാണ്ട്. അപ്പോൾ ഒരു സമര നൂറ്റാണ്ട് ആരുടെ പുസ്തകമാണ്? VS അച്യുതാനന്ദന്റെ 100ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പേരാണ് ഒരു സമര നൂറ്റാണ്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധ പശ്ചാത്തലത്തിൽ ഈജിപ്തിൽ നടന്ന ലോക കേഡറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധ പശ്ചാത്തലത്തിൽ ഈജിപ്തിൽ നടന്ന ലോക കേഡറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 2023 ലോകത്തിലെ മികച്ച പുരുഷ അത്ലറ്റിനുള്ള പുരസ്കാരത്തിന് നോമിനേഷൻ ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ്? നീരജ് ചോപ്ര. 2023 ലോകത്തിലെ മികച്ച പുരുഷ അത്ലറ്റിനുള്ള പുരസ്കാരത്തിന് നോമിനേഷൻ ലഭിച്ച ആദ്യ ഇന്ത്യൻ താരമാരാണ്? നീരജ് ചോപ്ര. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 300 സിക്സറുകൾ നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം രോഹിത് ശർമ്മ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 300 സിക്സറുകൾ നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരമാരാണ്? രോഹിത് ശർമ്മ. ISROയുടെ ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യത്തെ പരീക്ഷണ വിക്ഷേപണം എന്നാണ് നടന്നത്? 2023 ഒക്ടോബർ 21 ISROയുടെ ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ വിക്ഷേപണം നടന്നത് എന്നാണ്? 2023 ഒക്ടോബർ 21 വനിതകൾക്ക് 10ാം ക്ലാസ് യോഗ്യത ഉറപ്പാക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച തുല്യതാ പഠന പദ്ധതിയുടെ പേരെന്താണ്? യോഗ്യ. അപ്പോൾ എന്താണ് യോഗ്യ എന്ന പദ്ധതി? വനിതകൾക്ക് 10ാം ക്ലാസ് യോഗ്യത ഉറപ്പാക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച തുല്യതാ പഠന പദ്ധതിയാണ് യോഗ്യ. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? ജപ്പാനിലാണ്. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? ജപ്പാൻ. സ്വതന്ത്ര പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കുവാൻ അടുത്തിടെ അനുമതി നൽകിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. അപ്പോൾ സ്വതന്ത്ര പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കുവാൻ അടുത്തിടെ അനുമതി നൽകിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. 2023 ഒക്ടോബറിൽ അന്തരിച്ച ഫിൻലാൻഡിന്റെ മുൻ പ്രസിഡന്റും 2008 സമാധാന നോബൽ ജേതാവുമായ വ്യക്തി ആരാണ്? മാർട്ടി അക്തിസാരി. മാർട്ടി അക്തിസാരിയാണ് 2008 സമാധാന നോബൽ ജേതാവായ വ്യക്തി. അദ്ദേഹം 2023 ഒക്ടോബറിൽ അന്തരിച്ചു. ഫിൻലാൻഡിന്റെ മുൻ പ്രസിഡന്റാണ്. അപ്പോൾ 2023 ഒക്ടോബറിൽ അന്തരിച്ച ഫിൻലാൻഡ് മുൻ പ്രസിഡന്റ് ആയ മാർട്ടി അക്തിസാരിക്കാണ് 2008 സമാധാന നോബൽ സമ്മാനം ലഭിച്ചത്. മാർട്ടി അക്തിസാരി 2023 ഒക്ടോബറിൽ അന്തരിച്ച ഫിൻലാൻഡിന്റെ മുൻ പ്രസിഡന്റ് ആണ് ആര്? മാർട്ടി അക്തിസാരി. ഇദ്ദേഹത്തിനാണ് 2008 സമാധാന നോബൽ സമ്മാനം ലഭിച്ചത്. MP-മാരുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടൽ ഏതാണ്? ഇ-സാക്ഷി. അപ്പോൾ എന്താണ് ഇ-സാക്ഷി? MP-മാരുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലിന്റെ പേരാണ് ഇ-സാക്ഷി. ഇ-സാക്ഷി പോർട്ടലിലൂടെ രാജ്യത്ത് കരാറുകാർക്ക് തുക ഓൺലൈനായി കൈമാറിയ ആദ്യത്തെ ലോകസഭാ മണ്ഡലം ഏതാണ്? കോട്ടയമാണ്. ഇ-സാക്ഷി പോർട്ടലിലൂടെ രാജ്യത്ത് കരാറുകാർക്ക് തുക ഓൺലൈനായി കൈമാറിയ ആദ്യത്തെ ലോകസഭാ മണ്ഡലം ഏതാണ്? കോട്ടയം. 2023 ഒക്ടോബറിൽ ടാഗോറിന്റെ അർത്ഥകായ പ്രതിമ നിലവിൽ വന്ന രാജ്യം ഏതാണ്? വിയറ്റ്നാമാണ്. 2023 ഒക്ടോബറിൽ ടാഗോറിന്റെ അർത്ഥകായ പ്രതിമ നിലവിൽ വന്ന രാജ്യം ഏതാണ്? വിയറ്റ്നാം.
സുപ്രധാന സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ഇന്ത്യൻ സൈന്യം ആരംഭിക്കുന്ന സംവിധാനത്തിന്റെ പേരെന്താണ്? ചാണക്യ ഡിഫൻസ് ഡയലോഗ്. എന്താണ് ചാണക്യ ഡിഫൻസ് ഡയലോഗ്? സുപ്രധാന സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ഇന്ത്യൻ സൈന്യം ആരംഭിക്കുന്ന സംവിധാനത്തിന്റെ പേരാണ് ചാണക്യ ഡിഫൻസ് ഡയലോഗ്. കേരളത്തിൽ മൈക്രോബിയം റിസർച്ച് സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അപ്പോൾ കേരളത്തിൽ മൈക്രോബിയം റിസർച്ച് സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. 2023 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത US കവയിത്രിയും 2020 സാഹിത്യ നോബൽ ജേതാവുമായ വ്യക്തി ആരാണ്? ലൂയിസ് ഗ്ലിക്ക് ആണ്. ലൂയിസ് ഗ്ലിക്ക് 2023 ഒക്ടോബറിലാണ് അന്തരിച്ചത്. ഇവർക്ക് 2020 സാഹിത്യ നോബൽ ജേതാവായ വ്യക്തിയാണ് ലൂയിസ് ഗ്ലിക്ക്. അപ്പോൾ 2020 സാഹിത്യ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ലൂയിസ് ഗ്ലിക്കിനാണ്. ലൂയിസ് ഗ്ലിക്ക് ഒരു US കവയിത്രിയാണ്. 2023 ഒക്ടോബറിലാണ് അന്തരിച്ചത്. 2020 സാഹിത്യ നോബൽ ജേതാവ് ആരാണ്? ലൂയിസ് ഗ്ലിക്കാണ്. ലൂയിസ് ഗ്ലിക്ക് US കവയിത്രിയാണ്. ഏതു രാജ്യത്തിന്റെ ഒളിമ്പിക് കമ്മിറ്റിയാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്? റഷ്യ. ഏതു രാജ്യത്തിന്റെ ഒളിമ്പിക് കമ്മിറ്റിയാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്? റഷ്യയാണ്. 2023 47ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? ജീവിതം ഒരു പെൻഡുലം. 47ാമത് വയലാർ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? ജീവിതം ഒരു പെൻഡുലം. അപ്പോൾ ജീവിതം ഒരു പെൻഡുലം ആരുടെ കൃതിയാണ്? ശ്രീകുമാരൻ തമ്പി. 2024 യൂറോ കപ്പ് ഫുട്ബോളിന്റെ വേദി എവിടെയാണ്? ജർമ്മനി. 2024 യൂറോ കപ്പ് ഫുട്ബോൾ വേദി എവിടെയാണ്? ജർമ്മനി. കേരളത്തിലെ ആദ്യത്തെ 3D സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച കെട്ടിടം ഏതാണ്? അമേസ് 28 ആണ്. കെട്ടിടം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ 3D സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ പേരെന്താണ്? അമേസ് 28. കെട്ടിടം നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം. വനിതകളുടെ സുരക്ഷയും ശാക്തീകരണവും മുൻനിർത്തി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? മിഷൻ ശക്തി. വനിതകളുടെ സുരക്ഷയും ശാക്തീകരണവും മുൻനിർത്തി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏത്? മിഷൻ ശക്തി. എന്താണ് ശ്രേഷ്ഠ? പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ശ്രേഷ്ഠ. അപ്പോൾ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ശ്രേഷ്ഠ. കേരളത്തിലെ ഗോത്ര സംസ്കാരത്തെ അന്താരാഷ്ട്ര തലത്തിൽ പരിചയപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഗോത്രഗ്രാമം പദ്ധതി. എന്താണ് ഗോത്രഗ്രാമം പദ്ധതി? കേരളത്തിലെ ഗോത്ര സംസ്കാരത്തെ അന്താരാഷ്ട്ര തലത്തിൽ പരിചയപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഗോത്രഗ്രാമം പദ്ധതി. ഇന്ത്യൻ എയർഫോഴ്സ് ദിന പരേഡിന് നേതൃത്വം നൽകിയ ആദ്യത്തെ വനിത ഷാലി സഥാമി. ഷാലി സഥാമിയാണ് ഇന്ത്യൻ എയർഫോഴ്സ് ദിന പരേഡിന് നേതൃത്വം നൽകിയ ആദ്യ വനിത. ഷാലിസ ധാമി എന്നാണ്. ഇന്ത്യൻ എയർഫോഴ്സ് ദിന പരേഡിന് നേതൃത്വം നൽകിയ ആദ്യത്തെ വനിതയാണ് ഷാലിസ ധാമി. കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള 2023 അന്താരാഷ്ട്ര കോൺഫറൻസിന് വേദിയായ രാജ്യം ഏതാണ്? UAE ആണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള 2023 അന്താരാഷ്ട്ര കോൺഫറൻസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? UAE. കേരളത്തിലെ സ്കൂൾ പാഠ്യ പദ്ധതിയിൽ ലിംഗസമത്വം എന്നതിനു പകരം ഉൾപ്പെടുത്തിയ വാക്ക് ഏതാണ്? ലിംഗനീതി എന്നാണ്. കേരളത്തിലെ സ്കൂൾ പാഠ്യ പദ്ധതിയിൽ ലിംഗസമത്വം എന്നതിനു പകരം ഉൾപ്പെടുത്തിയ വാക്ക് ഏതാണ്? ലിംഗനീതി. ഇന്ത്യൻ യുവാക്കൾക്കിടയിൽ ഒളിമ്പിക്സ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ഏത് സ്ഥാപനവുമായിട്ടാണ് കരാർ ഏർപ്പെട്ടത്? റിലയൻസുമായിട്ടാണ്. ഇന്ത്യൻ യുവാക്കൾക്കിടയിൽ ഒളിമ്പിക്സ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ഏത് സ്ഥാപനവുമായിട്ടാണ് കരാർ ഏർപ്പെടുത്തിയത്? റിലയൻസ്. 2023 ഒക്ടോബറിൽ കേരളത്തിൽ ബ്രൂസലോസിസ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. 2023 ഒക്ടോബറിൽ കേരളത്തിൽ ബ്രൂസലോസിസ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? തിരുവനന്തപുരം.
കേരളത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണം പൂർണ്ണമായി നടപ്പിലാക്കുന്നതിനായി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? ഖാദർ കമ്മിറ്റി. കേരളത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണം പൂർണ്ണമായി നടപ്പിലാക്കുന്നതിനായി ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേരെന്താണ്? ഖാദർ കമ്മിറ്റി. 16ാമത് അഗ്രികൾച്ചറൽ സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയായിരുന്നു? കൊച്ചി. 2023 നടന്നത്. 16ാമത് അഗ്രികൾച്ചറൽ സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയായിരുന്നു? കൊച്ചിയിലാണ്. 2023 ഒക്ടോബറിൽ അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? ടി ശോഭീന്ദ്രനാണ്. ടി ശോഭീന്ദ്രനാണ് 2023 ഒക്ടോബറിൽ അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തകൻ. അപ്പോൾ ടി ശോഭീന്ദ്രൻ ഒരു പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു. അദ്ദേഹം 2023 ഒക്ടോബറിൽ അന്തരിച്ചു. 2007 കേന്ദ്ര സർക്കാരിന്റെ വൃക്ഷമിത്ര പുരസ്കാരം ലഭിച്ചത് ടി ശോഭീന്ദ്രനാണ്. അപ്പോൾ 2007 കേന്ദ്ര സർക്കാരിന്റെ വൃക്ഷമിത്ര പുരസ്കാരം ലഭിച്ചത് ടി ശോഭീന്ദ്രനായിരുന്നു. ടി ശോഭീന്ദ്രൻ ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. 2023 ഒക്ടോബറിൽ അന്തരിച്ചു. പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുന്നത് എവിടെയാണ്? ഇസ്രായേൽ ഹമാസ് തമ്മിലാണ്. ഇസ്രായേലിൽ നിന്ന് പാലസ്തീൻ മണ്ണ് വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഹമാസ്. ഇസ്രായേലും ഹമാസും തമ്മിലാണ് പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുന്നത്. ഇസ്രായേലിൽ നിന്ന് പാലസ്തീൻ മണ്ണ് വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഏത്? ഹമാസ്. ഹമാസിന്റെ സൈനിക നടപടി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ അൽ-അക്സ ഫ്ലഡ്. അപ്പോൾ ഓപ്പറേഷൻ അൽ-അക്സ ഫ്ലഡ് ഹമാസിന്റെ സൈനിക നടപടിയാണ്. ഇസ്രായേലിന്റെ സൈനിക നടപടിയാണ് അയൺ സോഴ്സ്. അയൺ സോഴ്സ് ആണ് ഇസ്രായേലിന്റെ സൈനിക നടപടി. അപ്പോൾ പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുന്നത് ഇസ്രായേലും ഹമാസും തമ്മിലാണ്. ഇസ്രായേലിൽ നിന്ന് പാലസ്തീന്റെ മണ്ണ് വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഹമാസ്. ഹമാസിന്റെ സൈനിക നടപടി അറിയപ്പെടുന്ന പേരെന്താണ്? ഓപ്പറേഷൻ അൽസ ഫ്ലഡ് എന്നാണ്. ഇസ്രായേലിന്റെ സൈനിക നടപടിയാണ് അയൺ സോഴ്സ്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്കുള്ള ആദ്യ ചരക്ക് കപ്പൽ ഏതാണ്? ചൈനയുടെ ഷെൻഹുവ 15. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്കുള്ള ആദ്യത്തെ ചരക്ക് കപ്പൽ ഏതാണ്? ചൈനയുടെ ഷെൻഹുവ 15. 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ പുതുതായി ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ച കായിക ഇനം ഏതാണ്? ക്രിക്കറ്റ് ആണ്. അപ്പോൾ 2028 ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെയാണ്? ലോസ് ഏഞ്ചൽസിലാണ്. 2028 ലോസ് ഏഞ്ചൽസിലെ ഒളിമ്പിക്സിൽ പുതുതായി ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ച കായിക ഇനം ഏതാണ്? ക്രിക്കറ്റ്. സർക്കാർ വാഹനങ്ങളുടെ ഔദ്യോഗിക രജിസ്റ്റർ കോഡ് ഏതാണ്? KL90. സർക്കാർ വാഹനങ്ങളുടെ ഔദ്യോഗിക രജിസ്റ്റർ കോഡ് ഏതാണ്? KL90. 2023 വ്യോമദിനത്തിൽ ഇന്ത്യൻ വ്യോമസേനയോട് വിട പറഞ്ഞ യുദ്ധവിമാനമേത്? MiG-21. 2023 വ്യോമദിനത്തിൽ ഇന്ത്യൻ വ്യോമസേനയോട് വിട പറഞ്ഞ യുദ്ധവിമാനമേതാണ്? MiG-21. ചെസ് ലോകത്തെ എലീറ്റ് ക്ലബിലേക്ക് കയറുന്ന ആദ്യ മലയാളി താരം ആരാണ്? നിഹാൽ സരിൻ. നിഹാൽ സരിനാണ് ചെസ് ലോകത്തെ എലീറ്റ് ക്ലബിലേക്ക് കയറുന്ന ആദ്യത്തെ മലയാളി താരം. 2023 ഏഷ്യൻ ഗെയിംസിലെ പുരുഷന്മാരുടെ 800 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ മലയാളി താരം ആരാണ്? മുഹമ്മദ് അഫ്സൽ. 2023 ഏഷ്യൻ ഗെയിംസിലെ പുരുഷന്മാരുടെ 800 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ മലയാളി താരം ആരാണ്? മുഹമ്മദ് അഫ്സലാണ്. 2024 ജനുവരി 15 ഇന്ത്യൻ ആർമി ദിന പരേഡിന് വേദിയായത് എവിടെയാണ്? ലക്നൌവിലാണ്. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. 2024 ജനുവരി 15 ഇന്ത്യൻ ആർമി ദിന പരേഡിന് വേദിയായത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. അപ്പോൾ ആർമി ഡേ എന്നാണ് ജനുവരി 15. 2023 ഏഷ്യൻ ഗെയിംസിൽ 1500 മീറ്ററിൽ വെങ്കലം കരസ്ഥമാക്കിയ മലയാളി താരം ആര്? ജിൻസൺ ജോൺസൺ ആണ്. ഏഷ്യൻ ഗെയിംസിൽ 2023 ഏഷ്യൻ ഗെയിംസിൽ 1500 മീറ്ററിൽ വെങ്കലം കരസ്ഥമാക്കിയ മലയാളി താരം ആരാണ്? ജിൻസൺ ജോൺസൺ ആണ്. അതിദരിദ്ര കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അതിദരിദ്ര കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. 2023 ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 5000 മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? പാരുൾ ചൗധരി. പാരുൾ ചൗധരി. 2023 ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 5000 മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? പാരുൾ ചൗധരിയാണ്. ഇനി ഡേയ്സിന്റെ ഇമ്പോർട്ടൻസ് പഠിക്കാം.
ലോക വയോജന ദിനം എന്നാണ് ഒക്ടോബർ 1 ലോക വയോജന ദിനം. അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്നാണ് ഒക്ടോബർ 2. ഗാന്ധി ജയന്തി ഒക്ടോബർ 2. ലോക മൃഗക്ഷേമ ദിനം ഒക്ടോബർ 4. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, സംസ്ഥാന ഗജദിനമാണ് ഒക്ടോബർ 4. അപ്പോൾ ലോക മൃഗക്ഷേമ ദിനം ഒക്ടോബർ 4, സംസ്ഥാന ഗജദിനം ഒക്ടോബർ 4. ലോക അധ്യാപക ദിനം ഒക്ടോബർ 5 ആണ്. ലോക അധ്യാപക ദിനം എന്നാണ് ഒക്ടോബർ 5. ലോക അധ്യാപക ദിനമാണ് ഒക്ടോബർ 5. അപ്പോൾ ലോക വയോജന ദിനം ഒക്ടോബർ 1, അന്താരാഷ്ട്ര അഹിംസാ ദിനം ഒക്ടോബർ 2, ഗാന്ധി ജയന്തി ദിനം ഒക്ടോബർ 2. അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്നാണ് ഒക്ടോബർ 2. ലോക മൃഗക്ഷേമ ദിനം എന്നാണ് ഒക്ടോബർ 4. സംസ്ഥാന ഗജദിനം ഒക്ടോബർ 4. ലോക അധ്യാപക ദിനം ഒക്ടോബർ 5. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.